പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം അതിൻ്റെ 12-ാം അധ്യായത്തിൽ കാണുന്ന ആ സ്ത്രീ ആരാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. അതിനു മുൻപ് ഈ രണ്ട് പുസ്തകങ്ങളും, ഒന്ന് ഉൽപ്പത്തി 3:15, 2 വെളിപ്പാട് 12:1 മുതൽ വാക്യങ്ങൾ, ഈ രണ്ട് പുസ്തകങ്ങളെക്കുറിച്ചും ഒരു ചിന്താഗതി ഒന്ന് നിങ്ങൾക്ക് തന്നിട്ട് ബാക്കിയുള്ളതിലേക്ക് കടന്നു വരാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആധികാരികത എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമ്മളെല്ലാം ഉപയോഗിക്കുന്ന POC ബൈബിൾ അല്ലേ, ചുമന്ന പുസ്തകം, കറുത്ത ബൈബിൾ അല്ലേ, ഇത് ചുമന്ന ബൈബിളാണ്. അപ്പോൾ ആ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആമുഖം നമ്മളൊന്ന് വായിച്ചെടുക്കുക. ആമുഖം BC 19-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചുവെന്ന് പൊതുവെ കരുതപ്പെടുന്ന അബ്രാഹാമിൻ്റെ വിളിയാണ് ബൈബിളിലെ രക്ഷാചരിത്രത്തിൻ്റെ ആരംഭം. സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അബ്രാഹത്തെ വിളിക്കുന്നത് വരെയുള്ള ദീർഘമായ കാലഘട്ടത്തിലെ ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ ചരിത്രമാണ് ആദ്യത്തെ 11 അധ്യായങ്ങൾ. ഇതിന് വ്യക്തമായ ചരിത്ര സാക്ഷ്യങ്ങളില്ല. ആലങ്കാരിക ശൈലിയിൽ സമകാലീനർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ലളിതവും മനോഹരവുമായി ഈ ഭാഗം രചിച്ചിരിക്കുന്നു. അതിനാൽ മറ്റ് ചരിത്ര ഗ്രന്ഥങ്ങളുമായി ഈ ഭാഗത്തെ തുലനം ചെയ്തുകൂടാ. ഞാൻ വായിച്ചത് നമ്മുടെയൊക്കെ വീട്ടിലിരിക്കുന്ന POC ബൈബിളിൻ്റെ ആമുഖമാണ് ഞാൻ വായിച്ചത്. അതായത് ഈ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രസ്താവനയാണ് ഉൽപ്പത്തി 1 മുതൽ 11 വരെ അധ്യായങ്ങളെക്കുറിച്ച് ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ POC ബൈബിൾ കൊടുത്തിരിക്കുന്നത്. അതായത് മറ്റ് ചരിത്ര സംഭവങ്ങളുമായോ മറ്റു ചരിത്രമായ രേഖകളുമായോ ഒരു രീതിയിലും അതിനൊരു ആധികാരികതയില്ല. അതുപോലെ ഇതിനെ തുലനം ചെയ്യാൻ പാടില്ല. അതിനെ വ്യത്യസ്തമായി കണ്ടോളണം. ഇത് പറയുന്ന ആരാണ്? നമ്മളിന്ന് ആയിരിക്കുന്ന കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായ POC ബൈബിൾ എന്ന് പറയുന്ന ഈ സംഭവമാണ് ഇത് പറയുന്നത്. അപ്പോൾ പക്ഷെ നമുക്ക് എന്ത് വേണം? ഈ ഉൽപ്പത്തി 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ 3:15 ഞങ്ങൾക്ക് വേണം. അതിനെ തൊടാൻ പറ്റത്തില്ല. അത് മാതാവാണ്, അത് ചരിത്ര സംഭവമാണ്, അത് വളരെ ക്ലിയർ ആണ്. അവിടെ സ്വർഗത്തിൽ സംഭവിച്ച പല കഥകളുമുണ്ട്, പല കാര്യങ്ങളുമുണ്ട്. അത് മറ്റ് സമകാലീന സംഭവങ്ങളുമായി യോജിക്കുന്ന കാര്യമാണ്. അതായത് മാതാവിൻ്റെ കാര്യത്തിൽ ആ ബിസിനസ് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉൽപ്പത്തി 1 മുതൽ 11 വരെ അധ്യായങ്ങൾ തീരൂ, അത് വേണം. പക്ഷെ മറ്റു കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ട. 1 മുതൽ 11 വരെയുള്ള കാര്യങ്ങളിൽ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മനുഷ്യൻ്റെ സൃഷ്ടി. അപ്പം ഞങ്ങൾ പല ഹൗവമാരെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒന്നിൽ നിന്നല്ല സൃഷ്ടിച്ചത്, ഒരു ആദത്തെയല്ല, പല ആദങ്ങളുണ്ട്, പല ഹൗവമാരുണ്ട്. ഇങ്ങനെ ഞങ്ങൾക്ക് കഥകൾ വേണം, അത് മറ്റു പല കാര്യങ്ങളും ഞങ്ങൾക്ക് വേണം. അതൊന്നും ബൈബിളോ അല്ലെങ്കിൽ ചരിത്രവുമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് കാര്യമായി ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല. അത് ഞങ്ങൾക്ക് വേണ്ട. പക്ഷേ മാതാവിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഞങ്ങൾക്കിത് നിർബന്ധമായും കിട്ടിയേ തീരും. ഇനി വെളിപ്പാട് പുസ്തകം, നിങ്ങൾ ഇന്ന് എത്ര പുരോഹിതന്മാർ വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് എക്സ്പ്ലനേഷൻ നിങ്ങൾ വായിച്ചിട്ടുണ്ട്? വേണ്ട. എത്ര സഭകളിൽ, പള്ളികളിൽ ഈ വെളിപ്പാട് പുസ്തകം വായിക്കുന്നതായിട്ട് നിങ്ങൾക്കറിയാം? നമ്മുടെ എത്ര കുർബാനകളുടെ ഇടയിൽ വെളിപ്പാട് പുസ്തകം വായിക്കാറുണ്ട്? പ്രസംഗങ്ങളിൽ എത്ര സ്ഥലത്ത് വെളിപ്പാട് പുസ്തകം പ്രതിപാദിക്കാറുണ്ട്? യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിനെ കുറിച്ചോ 1000 വർഷ ഭരണകാലത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സഭയുടെ ഏതെങ്കിലും രീതികളിൽ വെളിപ്പാടിനെ കുറിച്ച് കൃത്യമായി പഠിപ്പിക്കുകയും അല്ലെങ്കിൽ ഇന്ന് അനുദിന ശുശ്രൂഷകളിൽ വെളിപ്പാട് പുസ്തകത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നൊന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. പക്ഷെ വെളിപ്പാട് 12 അത് ഞങ്ങളുടെ കത്തോലിക്കരുടെ സ്വന്തമാണ്. അതുമ്മ തൊട്ടുള്ളൊരു കളിയില്ല. കാരണം വെളിപ്പാട് 12 ഞങ്ങളുടെയാണ്. അത് ഞങ്ങൾക്ക് വേണം. എന്തിനു വേണ്ടി? അത് മാതാവിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനും ഈ ബിസിനസ് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ഞങ്ങൾക്ക് വെളിപ്പാട് 12 വേണം. ഇത് വിട്ടിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് ഞങ്ങൾ തയ്യാറല്ല. ഈ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നത്, ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നവ പാലിക്കുന്നവരും അനുഗ്രഹീതർ, എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. ശ്രദ്ധിക്കണേ, വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യം നമുക്ക് വേറൊരു സ്ഥലത്തും കാണത്തില്ല. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവർ, കേൾക്കുന്നവർ, ഇതിൽ എഴുതിയിരിക്കുന്ന പാലിക്കുന്നവർ, അനുഗ്രഹീതർ. ഈ 3 കാര്യങ്ങൾ മറ്റൊരു സ്ഥലത്തും എഴുതിയിട്ടില്ല. മത്തായി, മർക്കോസ്, ലൂക്ക, യോഹൻ, ഈ സുവിശേഷങ്ങളിലൊന്നും നമുക്കിത് കാണാൻ പറ്റത്തില്ല. പക്ഷേ വെളിപ്പാട് പുസ്തകത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുക. പക്ഷെ ഞങ്ങൾക്കത് വേണ്ട. വെളിപ്പാട് പുസ്തകം ഞങ്ങൾ കാര്യമായിട്ട് ഗണിക്കാറില്ല. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഞങ്ങൾക്കില്ല. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞങ്ങൾ ചിന്തിക്കാറില്ല. ഇതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷെ എന്ത് വേണം? വെളിപ്പാട് 12 ഞങ്ങൾക്ക് കിട്ടിയേ തീരൂ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു അച്ഛനെ കുറിച്ച് കണ്ടല്ലോ, ഒരു അച്ഛൻ്റെ വീഡിയോ. അപ്പോൾ ആ അച്ഛൻ്റെ വീഡിയോയിൽ അച്ഛൻ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട നമ്മുടെ പ്രാർത്ഥനകളിലുള്ളതാണ്. നമ്മുടെ വീട്ടിലിരിക്കുന്ന ജപമാല പുസ്തകത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ജപമാല ചൊല്ലുന്നതിന് മുൻപ് ഓരോ രഹസ്യങ്ങൾ ചെല്ലുമ്പോൾ നമ്മൾ പറയും, പിതാവായ ദൈവത്തിൻ്റെ മകളായ പരിശുദ്ധ കന്യകാമറിയമേ, പുത്രനായ ദൈവത്തിൻ്റെ അമ്മയായ
പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ, നമ്മൾ ചെല്ലാറുള്ളതാണല്ലോ അല്ലേ ഈ പ്രാർത്ഥന, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അതായത് പിതാവിൻ്റെ മകളും പുത്രൻ്റെ അമ്മയും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയും എന്ന് വെച്ചാൽ സ്വർഗത്തിലെ പ്രധാന സ്ഥാനം ഇപ്പോൾ ആർക്കാ? ഈ അച്ഛൻ കൃത്യമായ വീഡിയോയിൽ പറയുന്നത്, മക്കളെ ഈ അമ്മയാണ് ഈ രക്ഷ കൊണ്ടുവന്നിരിക്കുന്നത്. ഭൂമിയിലേക്ക് ഈ രക്ഷ കൊണ്ടുവന്നിരിക്കുന്നത് ഈ അമ്മയാണ്. ഈ അമ്മയിലൂടെ അല്ലാതെ രക്ഷയില്ല. അതുകൊണ്ടാണ് അമ്മ സഹരക്ഷക എന്ന് പറയുന്നത്. അപ്പൊ യേശു കാൽവരിയിൽ എനിക്ക് വേണ്ടി ക്രൂശിതനായത് വെറുതെ, അവൻ രക്തം എനിക്ക് വേണ്ടി ബലിയർപ്പിച്ചത് വെറുതെ, അവൻ എനിക്ക് വേണ്ടി പീഡ സഹിച്ചത് വെറുതെ, അവൻ എനിക്ക് വേണ്ടി തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ഭൂമിയിലേക്ക് കടന്നു വന്നത് വെറുതെ. ഈ അമ്മയാണ് ആ രക്ഷ മുഴുവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവരുടെ ഉദ്ദേശം എന്താ? ഇവരെന്താ ഈ പ്രഘോഷിക്കുന്നത്? ഇവരെന്താ ഈ ലോകത്തിന് മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് ഇവിടെ പറഞ്ഞു വെക്കുന്ന കാര്യം ഇതാണ്. ഉൽപ്പത്തിയിൽ കണ്ട സ്ത്രീ, പിന്നീട് ആ സ്ത്രീയെ നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. കാനായിലെ കല്യാണ നാളിൽ യേശു സ്ത്രീയെ എന്ന് വിളിച്ചു. വീണ്ടും ആ സ്ത്രീയെ കാണുന്നത് കുരിശിന്റെ കീഴിലാണ്. അവിടെയും സ്ത്രീയെ എന്ന് വിളിച്ച് യോഹന്നാനെ ഏൽപ്പിച്ചു. ആ യോഹന്നാനാകട്ടെ പത്മോസ് ദ്വീപിലേക്ക് പോയപ്പോൾ പത്മോസിൽ വെച്ച് ആ സ്ത്രീയെ കണ്ടു. അതാണ് വെളിപ്പാട് 12. ആ വെളിപ്പാട് 12 ഇങ്ങനെ കാണുന്നു: സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു, സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. ഞാൻ ഈ അച്ഛന്മാരുടെ വീഡിയോ കേട്ട് എൻ്റെ ടോണും ഈ അച്ഛന്മാരുടെ ടോണായിട്ട് വരുന്നുണ്ട്. ദയവേത് ക്ഷമിക്കുക. വെളിപ്പാട് 12, സ്വർഗത്തിൽ ഒരു വലിയ അടയാളം കാണപ്പെട്ടു, സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. നമ്മൾ എപ്പോഴും മാതാവിൻ്റെ വിഗ്രഹം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാതാവിന് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? 12 കിരീടങ്ങൾ കൊണ്ടുള്ള, 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള ഒരു കിരീടം വെച്ചു കൊടുക്കും. ഈ 12 കിരീടം എന്താണ്? 12 നക്ഷത്രങ്ങൾ എന്താണ്? 12 സ്ലീഹന്മാരാണ്. അതുകൊണ്ടാണ് നമ്മൾ ജപമാലയിൽ നമ്മൾ എന്ത് ചെല്ലുന്നു? ലുത്തിനിയയിൽ സ്ലീഹന്മാരുടെ രാജ്ഞി, സ്ലീഹന്മാരുടെ രാജ്ഞി എന്ന് നമ്മൾ ചൊല്ലും അല്ലേ? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ വ്യാഖ്യാനത്തിലാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഇനി സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, അവളുടെ പാദങ്ങളിൽ ചന്ദ്രൻ. അവിടെയും നമുക്കറിയാം, ഈ വിഗ്രഹം ഉണ്ടാക്കുമ്പോഴെല്ലാം കാലിൻ്റെ അടിയിൽ ഒരു ചന്ദ്രനെ കൊണ്ടുവന്ന് വെക്കും. നമ്മുടെ മാതാവിൻ്റെ വണക്കമാസമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ മാതാവിൻ്റെ വിഗ്രഹം പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന് ഒരു വീട്ടിൽ വെക്കുന്നു. അവിടെ ഇരുന്ന് കുറേ ദിവസം പ്രാർത്ഥിക്കുന്നു, അവിടെ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. അതിൻ്റെ അവസാനം കള്ളും ഫുഡൊക്കെ ആയിട്ട് ആഘോഷിച്ച് അതിനടുത്ത വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇങ്ങനെ കൊണ്ടു കടന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. അതിൻ്റെ അടിയിൽ നമ്മൾ ഈ ചന്ദ്രനെ കാണാൻ പറ്റും അല്ലേ? ഒരു ചന്ദ്രൻ. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് മാതാവാണ് എന്ന് പറയുന്നത്. അതിൻ്റെ താഴോട്ട് നമുക്കൊന്ന് വായിക്കാം. അവൾ ഗർഭിണിയായിരുന്നു, പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു, പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കൂടി കാണപ്പെട്ടു. ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം, അവന് 7 തലയും 10 കൊമ്പും, തലയിൽ 7 കിരീടങ്ങളും, അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുൻപിൽ കാത്തുനിന്നു. ഇതെല്ലാം ഒരു നാടകീയമായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മാതാവിലും ഔസേപിതാവിലും യേശുവിലും സംഭവിച്ച കാര്യങ്ങളൊക്കെ സംഭവിച്ചോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടി വരും. കാരണം അങ്ങനെ ചിന്തിക്കുമ്പോൾ ശരിയാ, സർപ്പം വിഴുങ്ങാൻ, അതായത് ഹെറോദസ് തകർക്കാൻ വന്നു, അവരെന്ത് ചെയ്തു? ഈജിപ്തിലേക്ക് ഓടിപ്പോയി. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ ഒന്നിനൊന്നായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പ് തണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവൻ അവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1250 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ, ഇവിടെ മരുഭൂമിയൊക്കെ നമ്മൾ ഈജിപ്തിലേക്ക് പോയതാന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന അച്ഛന്മാരുണ്ട് കേട്ടോ. അപ്പൊ ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. ഇതെപ്പോഴാണ് ഓടിപ്പോയത്? അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. ആ ശിശു ക്രിസ്തു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടതിന് ശേഷം എന്ത് സംഭവിച്ചു? സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അപ്പൊ ഈ മരുഭൂമിയിലേക്ക് ഓടിപ്പോയത് ഏതാണ്? നമ്മൾ പഠിക്കണം, നമ്മൾ ചിന്തിക്കണം. മാതാവ് ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് പോയെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പഠിക്കുന്നതും ചിന്തിക്കുന്നതും. പക്ഷേ ഈ സ്ത്രീ മരുഭൂമിയിലേക്ക് പോയതാണ് ഇവിടെ വചനത്തിൽ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചിന്തിച്ചതുപോലെ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായിട്ട് പറയുന്നു, പ്രവചനങ്ങൾ അവർക്കാണ്, പൂർവ്വപിതാക്കന്മാർ അവരുടേത്, വംശമുറയ്ക്കും ക്രിസ്തു ഇസ്രായേലിൽ നിന്ന് എന്ന് കൃത്യമായി വ്യക്തമായ അപ്പോസ്തലൻ വചനത്തിലൂടെ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ 12 സ്വർഗത്തിൽ ഉണ്ടായിരുന്ന അടയാളവും സൂര്യനെ ഉടയാടയാക്കിയതും ശിരസിലെ 12 നക്ഷത്രങ്ങൾ, ആ 12 കിരീടങ്ങളും, ആ 12 ഗോത്രങ്ങൾ, ഇതെല്ലാം കൃത്യമായി ഇസ്രായേലുമായി ബന്ധപ്പെട്ടിട്ടാണ് കടന്നു വരുന്നത്. അതായത് ഈ പറയുന്ന എല്ലാ വാക്യങ്ങളും ഇസ്രായേലുമായി വളരെ ക്ലിയറാണ്.
ആ വാക്യത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഇസ്രായേൽ ആണെന്ന് ചിന്തിക്കുമ്പോൾ വളരെ സ്പഷ്ടമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇസ്രായേൽ എന്ത് സംഭവിച്ചു? യേശുക്രിസ്തുവിന്റെ ഉദ്ധാനത്തിന് ശേഷം ഇസ്രായേൽ പൂർണ്ണമായി, യേശുക്രിസ്തു വ്യക്തമായിട്ട് പ്രവചനം പറയുന്നുണ്ട്, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. 12 ഗോത്രങ്ങൾ, ഇസ്രായേൽ സന്തതി, 70 പേരടങ്ങുന്ന സന്നദ്ധരിംഗ് സംഘം യേശുവിനെ ക്രൂശിച്ചു. യേശുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം എന്താണ് ഇസ്രായേലിന്, യഹൂദ സമൂഹത്തിന് സംഭവിച്ചത് എന്ന് പരിശോധിച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. AD 70 വന്ന് ടൈറ്റസിന്റെ സൈന്യം വന്ന് ഇസ്രായേലിനെ കത്തിച്ച് നശിപ്പിച്ചു. പിന്നീട് 2-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടെ വീണ്ടും ഇസ്രായേൽ പുറന്തള്ളപ്പെടുന്നു, മരുഭൂമിയിലേക്ക് പോകേണ്ടി വരുന്നു. അവർക്ക് സ്വന്തം രാജ്യം നഷ്ടപ്പെട്ടു, അവർ ഓടിപ്പോകേണ്ടി വന്നു. പിന്നീട് വലിയ കഷ്ടതകൾ, വലിയ പീഡകൾ, ഒരിക്കലും ഒരു ജനതയും തിരിച്ചു വരാത്തവണ്ണം അതേ ഇസ്രായേല് ഇതാ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം അനേക സ്ഥലത്ത് അവൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന, സ്ത്രീ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന പഴയ നിയമ പ്രവാചകർ മുഴുവൻ അവൾ നശിച്ചു, അവളോ ഇസ്രായേൽ എന്ന് പറയുന്ന അനേക പ്രവചനങ്ങൾ ഇവിടെ കിടക്കുക. നമ്മൾ വചനം എടുത്താൽ തീരത്തില്ല. പഴയ പ്രവചനങ്ങൾ എടുത്താൽ ഇസ്രായേലിനെ അവളെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന അനേക വചനങ്ങളുണ്ട്. ഈ എംപറർ കൂടാരക്കാര് എപ്പോഴും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തിയുണ്ട്. അവളെന്ന് കാണുന്നതെല്ലാം മാതാവാണ്. എവിടെയൊക്കെ അവളെന്ന് കാണുന്നുണ്ടോ, ജ്ഞാനം, അവൾ, ഇത് മാതാവാണ് എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനം അവർ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ചെയ്യുന്ന പ്രവൃത്തി യഥാർത്ഥത്തിൽ എന്താണ്? ഇവിടെ അവളെന്ന് കാണുന്നത്, അല്ലെങ്കിൽ സ്ത്രീ എന്ന് കാണുന്നത് ഇസ്രായേലാണെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മരുഭൂമിയിലേക്ക് പോയത് ആ ഇസ്രായേലാണ്. എങ്കിൽ നമ്മൾ പറയേണ്ടി വരും, കുരിശൻ കീഴിൽ മാതാവിനെ ഇതാ യോഹന്നാനെ ഏൽപ്പിച്ചു, ഇതാണ് നിന്റെ അമ്മ, നോക്കിക്കൊള്ളണമെന്ന് ഏൽപ്പിച്ചിട്ട് യോഹന്നാൻ എന്ത് ചെയ്തു? കയ്യും കെട്ടി നോക്കിയിരുന്നു, മാതാവിനെ തള്ളിക്കളഞ്ഞു, മാതാവിനെ മരുഭൂമിയിലേക്ക് പോകാനായിട്ട് വിട്ടു എന്ന് പറയേണ്ടി വരും. അത് ആർക്കെതിരെ പറയുന്നത്? യോഹന്നാനെതിരെ. അതേ യോഹന്നാന് പത്മോസ് ദ്വീപിൽ ഉണ്ടായിരുന്ന അനുഭവമാണ് ഈ വെളിപ്പാട് 12. അപ്പൊ യോഹന്നാനും ബോധ്യം വരത്തില്ലേ, അയ്യോ ഞാൻ അമ്മയെ നോക്കിയില്ലെന്നാണോ കർത്താവ് പറയുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ വികലമായ വ്യാഖ്യാനത്തിൽ വരുന്ന ഏറ്റവും വലിയ അപകടകരമായ പ്രശ്നം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. ഈ വെളിപ്പാട് 12ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ അത് മാതാവും മാതാവിന്റെ സന്തതി ക്രിസ്തുവുമാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത് രക്ഷ കൊണ്ടുവന്നത് മാതാവാണെന്നും ആ മാതാവിലൂടെയാണ് രക്ഷ വന്നതെന്നും എന്ന രീതിയിൽ അച്ഛൻ്റെ പല ഓഡിയോകളുണ്ട്. അത് തന്നെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഇനി ആ രക്ഷ അപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? ഇനി സ്വർഗത്തിൽ ആ സൃഷ്ടിക്ക് മുൻപേ തുടങ്ങി മാതാവ് ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പോലും ആ മാതാവ് ഒരു മനുഷ്യ സ്ത്രീയാണ്. അപ്പൊ ആ മനുഷ്യ കുലത്തിൽ നിന്നാണ് നമുക്ക് എന്ത് വന്നത്? രക്ഷ വന്നത്. ആ മാനുഷികമായ പാരമ്പര്യത്തിലാണ് നമുക്ക് രക്ഷ വന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരും. അത് ഇസ്രായേലിനെ കുറിച്ചും അത് ദൈവിക പദ്ധതിയെക്കുറിച്ചും ഇസ്രായേലിനെ ദൈവം ഒരുക്കിയത് ക്രിസ്തുവേശുവിനെ കടന്നു വരാനുള്ള ഒരു വലിയ മാർഗമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശു ക്രിസ്തുവോ അത് ദൈവത്തിൽ നിന്നും, ആ രക്ഷ നൽകിയിരിക്കുന്നത് ദൈവത്തിൽ നിന്നും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് കൃത്യമായി അപ്പസ്തോലൻ ഹെബ്രായ ലേഖനം അതിന്റെ 7-ാം അധ്യായം അതിന്റെ 1 മുതൽ വാക്യങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ഒരു പുരോഹിതൻ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് ചിന്തിക്കാം. അവന്റെ പേര് ഒന്നാമത് നീതിയുടെ രാജാവെന്നും രണ്ടാമത് സാലേമിന്റെ സമാധാനത്തിന്റെ രാജാവെന്നാണ് അർത്ഥം. അവന് പിതാവോ മാതാവോ വംശപരമ്പരയോ ഇല്ല. അവന്റെ ദിനങ്ങൾക്ക് ആരംഭമോ ആയുസ്സിന് അവസാനമോ ഇല്ല. ദൈവപുത്രന് സദൃശനായ അവൻ എന്നേക്കും പുരോഹിതനാണ്. മെൽക്കിസദേക്കിന്റെ പൗരോഹിത്യത്തെക്കുറിച്ച്, മെൽക്കിസദേക്കിന്റെ ആ അസ്തിത്വത്തെക്കുറിച്ച് ഇവിടെ ദൈവവചനം പറയുകയാണ്. അവന് മാതാവോ അവന് പിതാവോ ഇല്ല. യേശു ക്രിസ്തുവാണ് നിങ്ങൾക്ക് രക്ഷ നൽകിയെങ്കിൽ അവൻ ദൈവമാകയാൽ, അവൻ മെൽക്കിസദേക്കിന്റെ പൗരോഹിത്യമാകയാൽ യേശുവിന്റെ വ്യക്തമായിട്ട് പറയുകയാണ് അവന് വംശപരമ്പരയോ അവന് മാതാവോ അവന് പിതാവോ ഇല്ല എന്ന് വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു വെക്കുമ്പോൾ ഇതാ ഉൽപ്പത്തി 12ന്റെ 1 മുതൽ കാണുന്നത് യേശുവിന്റെ അമ്മ മാതാവിനെ കുറിച്ചാണെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യ പരമ്പരയെ ഇവിടെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുക. ഒരു മനുഷ്യനിൽ നിന്ന് ലഭിച്ച രക്ഷയെ കുറിച്ച് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുക. ഞാൻ ഇവിടെ ഉൽപ്പത്തി 3ന്റെ 14-15 വാക്യങ്ങൾ മാതാവാണെന്ന് പ്രഖ്യാപിക്കുകയും വെളിപ്പാട് 12ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ അത് മാതാവാണെന്ന് പറയുകയും ചെയ്യുന്നവരോട് ഞാൻ ചോദിക്കുക, നിങ്ങൾ പ്രഘോഷിക്കുന്നത് മനുഷ്യനിൽ നിന്ന് ലഭിക്കുന്ന രക്ഷയാണോ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന രക്ഷയാണോ? യേശു ക്രിസ്തു ദൈവമാണോ അത് മനുഷ്യൻ മാത്രമാണോ? ദൈവത്തിൽ നിന്നുള്ള രക്ഷയാണെങ്കിൽ അവൻ മെൽക്കിസദേക്കിന്റെ പൗരോഹിത്യ പ്രകാരമാണ്.
അവൻ ആരംഭമില്ല, അവൻ അവസാനമില്ല എന്ന് വ്യക്തമായിട്ടൂടെ വചനം പറയുക. അവന് മാതാവില്ല, അവന് പിതാവില്ല, അവൻ വംശപരമ്പരയുമില്ല. അത് ദൈവത്തിൽ നിന്നുള്ള രക്ഷയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ മാതാവാണ് ഈ രക്ഷയെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെങ്കിൽ, മാതാവിൽ നിന്നാണ് ഈ രക്ഷ കടന്നു വന്നതെങ്കിൽ, സഹരക്ഷക മാതാവാണെങ്കിൽ പകുതി മാതാവിന് കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടെങ്കിൽ ആ രക്ഷ ഒരിക്കലും ദൈവത്തിൽ നിന്നല്ല, അത് മനുഷ്യനിൽ നിന്നാണ്. അപ്പൊ ആ രക്ഷയിൽ ഇനി പ്രത്യാശ അർപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല. ആ രക്ഷയാണ് ഞാൻ അടങ്ങുന്ന കത്തോലിക്ക സഭ പ്രഘോഷിക്കുന്നതെങ്കിൽ ആ രക്ഷയിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം അത് മനുഷ്യന്റെ രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. അത് മനുഷ്യൻ നൽകുന്ന രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. മനുഷ്യന്റെ പാരമ്പര്യം, മനുഷ്യന്റെ വംശപരമ്പര, മനുഷ്യന്റെ രക്തത്തിൽ നിന്നും. യേശുവിന്റെ രക്തത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ രക്തം കലർന്നു എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആ രക്ഷയ്ക്ക് എന്ത് വാല്യൂ ഉള്ളത്? അതെങ്ങനെ രക്ഷയായി മാറും? യേശുവിന്റെ രക്തത്തിൽ മാതാവിന്റെ രക്തം കലർന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ, അപ്പൊ എനിക്ക് പാപമോചനം തന്നത് ഒരു മനുഷ്യന്റെ രക്തമാണെന്നാണോ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് എങ്ങനെ യോഗ്യമാകും? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ അബദ്ധങ്ങളാണ് നമ്മുടെ വിശ്വാസികളെ വഴിതെറ്റിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്നത്, ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്നത്. മറ്റ് പല വിഷയങ്ങളിലേക്കും, ലവ് ജിഹാദ് പോലെയുള്ള തിന്മകളിലേക്ക് ഇവർ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ എംപറർ കൂടാരം പോലെയുള്ള അന്ധകാരത്തിലേക്ക് ഇവരെ തള്ളിവിടുന്നത് ഇത്തരം അന്ധകാര പഠനങ്ങളാണ്. ഈ വെളിപ്പാട് 12 കുറിച്ച് സഭയുടെ പല പണ്ഡിതന്മാർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഇനി കേരളത്തിൽ ഈ പറയുന്ന വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ എഴുതിയിരിക്കുന്ന, അപ്പം ഞാനൊരു കാര്യം പറയുമ്പോഴാണ് എന്നെ എല്ലാവരും കൂടി മുദ്രയടിക്കാൻ വരുന്നത്. ഞാൻ എൻ്റെ ആശയങ്ങൾ മാത്രമല്ല, സഭയുടെ ഔദ്യോഗികമായ നിങ്ങളെല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ ഫാദർ മൈക്കിൾ കാരിമറ്റം. അദ്ദേഹത്തിൻ്റെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു വ്യാഖ്യാനം എന്നൊരു പുസ്തകത്തിൻ്റെ 174 പേജാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിൽ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: പ്രസവക്ലേശത്താൽ ഞെരുങ്ങുന്ന ആ ഗർഭിണിയുടെ ശിശു ജനതകളെ ഇരുമ്പ് തണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് എന്ന വിശദീകരണം രക്ഷകനായ മിശിഹായാണ് ആ ശിശു എന്ന് വ്യക്തമാക്കുന്നു. അതിനാൽ യേശുവിൻ്റെ അമ്മയായ മറിയമാണ് ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നവരുണ്ട്. യേശുവിൻ്റെ അമ്മ എന്ന നിലയിൽ മറിയം മിശിഹായുടെ മാതാവാണെങ്കിലും മരുഭൂമിയിലേക്ക് പലായനവും സർപ്പത്തോടുള്ള അവളുടെ നിരന്തര പോരാട്ടവും ഒരു മനുഷ്യ വ്യക്തിയിൽ മാത്രം പൂർത്തിയാകുന്നതല്ല. വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഈ സർപ്പത്തോടുള്ള നിരന്തര പോരാട്ടവും അതുപോലെ തന്നെ മരുഭൂമിയിലേക്കുള്ള പലായനവും വെച്ച് നോക്കിയാൽ അതൊരിക്കലും യേശുവിൻ്റെ അമ്മ മാതാവായ മറിയവുമായി നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ്. അതിനുശേഷം വ്യക്തമായി മിശിഹായുടെ മാതാവായ ഇസ്രായേലായിരിക്കണം ഗർഭിണിയായ സ്ത്രീയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ പഴയ നിയമ സമൂഹം മാത്രമല്ല ഇവിടെ വിവക്ഷിക്കപ്പെടുന്നത് മിശിഹായുടെ ജനനത്തിന് ശേഷം മരുഭൂമിയിൽ പീഡിതയും അതേസമയം സുരക്ഷിതയുമായി കഴിയുന്ന അവൾ ക്രിസ്തുവിൻ്റെ സഭയുടെ പ്രതീകമാണ്. അതായത് പഴയ നിയമ ഇസ്രായേൽ ദൈവത്തിൻ്റെ സഭയായി കാണപ്പെടുന്നു. ഇന്ന് പുതിയ നിയമ ഇസ്രായേൽ നമ്മൾ ഓരോരുത്തരുമാകുന്ന ആ സഭയാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിന് ശേഷം അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടതിന് ശേഷം ഈ മരുഭൂമി വാസം സഭ ഏൽക്കുന്ന 3 വർഷക്കാലത്തെ, ഏകദേശം 300 വർഷക്കാലത്തെ 3 നൂറ്റാണ്ടിലെ പീഡനങ്ങളെ കുറിച്ചാണ് ഇവിടെ കാണുന്നതെന്ന് ചിന്തിക്കുകയാണ് മൈക്കിൾ കാരിമറ്റം അദ്ദേഹം പറയുന്നത്. അപ്പോ പഴയ നിയമ ഇസ്രായേൽ മാത്രമല്ല, അത് സഭ കൂടി ആയിരിക്കാം എന്നൊരു ചിന്തയാണ് ഇവിടെ ഇദ്ദേഹം കടന്നു വയ്ക്കുന്നത്. എന്നാൽ മാതാവാണെന്നൊരു ചിന്ത ഒരിക്കലും ഇദ്ദേഹം പങ്കുവെക്കുന്നില്ല. അദ്ദേഹം പറയുക അതൊരിക്കലും ഒരു മനുഷ്യ വ്യക്തിക്ക് നടക്കാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തള്ളിക്കളയുകയാണ്. പല ചിന്തകന്മാരും, സഭയിലെ അനേക ചിന്തകന്മാർ ഈ കാര്യത്തിൽ കൃത്യമായ നിലപാടുകളുള്ളവരാണ്. പക്ഷേ വിചിത്രം എന്ന് പറയട്ടെ, നമ്മളിങ്ങനെ പല വ്യക്തികളുടെയും പ്രബോധനത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ആധികാരികമായൊരു പഠനത്തിലല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നും നിലനിൽക്കുന്നത്. പകരം ചില സാധാരണ വ്യക്തികളുടെ അഭിപ്രായങ്ങളുടെ കീഴിലാണ് നമ്മൾ ഇന്നും അകപ്പെട്ടിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. പ്രിയമുള്ളവരെ, വളരെ ക്ലിയർ ആണ് ഇതിൽ നിന്നും. ദൈവം ആഗ്രഹിച്ചത് എന്താണ്? ഇതാരാണ്? ഇത് ഇസ്രായേലാണ്. നമ്മൾ അതിനെ കൊണ്ടുവന്നൊരു വിഗ്രഹമാക്കി വെച്ച്, സ്ലീഹന്മാരുടെ രാജ്ഞിയാക്കി വെച്ച്, കാലിൻ്റെ അടിയിൽ ഒരു ചന്ദ്രനെ വെച്ച് കൊടുത്ത്, സർപ്പത്തിൻ്റെ തലയെ തകർക്കുന്നവളാക്കി മാറ്റി, ഇങ്ങനെ ആവശ്യമില്ലാത്ത സകല ദുരാചാരങ്ങളിലേക്കും
സകല അന്യാരാധനകളിലേക്കും നമ്മളെ കൊണ്ടുപോകുന്ന ഒരു തിന്മയുടെ സ്വാധീനം ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയും. കുറച്ചു കാലം മുൻപ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ എൻ്റെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഈ സഹോദരൻ ഒരു കത്തോലിക്കനാണ്, പെന്തക്കോസ്തുമായി ഭയങ്കരമായ വൈരാഗ്യമുള്ളൊരു സഹോദരൻ. അദ്ദേഹം പറഞ്ഞു വെച്ചൊരു കാര്യം ഇതാണ്. യോഹന്നാൻ്റെ സുവിശേഷം അതിനെക്കുറിച്ചായിരുന്നു അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 13-ാം വാക്യം, അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. നമുക്കൊക്കെ ഉള്ള വീണ്ടും ജനനത്തെ കുറിച്ച് അവർ എന്ന വാക്യം കാണുന്നത്. അവർ ജനിച്ചത് പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ അല്ല. അപ്പോൾ ഈ സഹോദരനോട് വ്യാഖ്യാനിച്ചത് എങ്ങനെയാണ്? അപ്പോൾ രക്തത്തിൽ നിന്നല്ല, വീണ്ടും എന്താ, ശാരീരികമായ അഭിലാഷത്തിൽ നിന്നല്ല, പുരുഷന്റെ ഇച്ഛയിൽ നിന്നല്ല. പക്ഷെ സ്ത്രീയുടെ ഇച്ഛയിൽ നിന്നല്ല എന്നൊരു വാക്ക് നമുക്കവിടെ കാണാൻ സാധിക്കത്തില്ല. കാരണം എന്താ? സ്ത്രീയുടെ ഇച്ഛയുണ്ട്, മാതാവിൻ്റെ താല്പര്യമുണ്ട്, മാതാവിൻ്റെ സമ്മതമുണ്ട്. ഗബ്രിയേൽ ദൂതൻ വന്ന് മാതാവിനോട് ചോദിച്ച സമ്മതത്തിന്റെ പര്യവസാനമാണ് ഈ രക്ഷ ഇങ്ങോട്ട് കടന്നു വന്നത്. അതുകൊണ്ടാണ് അത് സ്ത്രീയുടെ ഇച്ഛയാണത്, സ്ത്രീയാണ് ആ രക്ഷ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു. കർത്താവേ, വിശുദ്ധ വേദപുസ്തകം ഒന്ന് വെറുതെ വായിച്ചു നോക്കിയാൽ ആ 13-ാം അധ്യായം 13-ാം വാക്യം, അവർ ജനിച്ചത്, അവർ എന്ന കാണുന്നത്, അതായത് അവനെന്നല്ല, അവർ യേശു ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ജനിച്ചത്, അതായത് ഇന്ന് കാണുന്ന ഈ വംശപരമ്പരയിലുള്ള ജനനത്തെ കുറിച്ചല്ല പറയുന്നത്, വീണ്ടും ജനനത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ സഹോദരൻ അത് യേശുവിൻ്റെ ആക്കി, അത് മാത്രമല്ല അത് മാതാവിൻ്റെ ഇച്ഛയാക്കി മാറ്റി. മാതാവിനെ അവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവന്ന് നിർത്തുന്നൊരു തലം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത്തരം അബദ്ധ സിദ്ധാന്തങ്ങൾ എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? ഇത് എവിടെ നിന്നാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ ഫോളോവറായി മാറുന്നത് എന്ന് നമ്മളൊന്ന് സ്വയം ചിന്തിക്കണം. നിങ്ങൾ എന്നെ കേൾക്കുന്ന പ്രിയജനമേ, നിങ്ങൾ ചിന്തിക്കേണ്ടത് മനുഷ്യൻ്റെ രക്ഷയാണോ നിങ്ങൾക്ക് വേണ്ടത്? മനുഷ്യ പരമ്പരയിൽ നിന്ന് ലഭിക്കുന്ന ഒരു രക്ഷയാണോ നിങ്ങൾക്ക് വേണ്ടത്? സ്ത്രീയുടെ ഇച്ഛയിൽ നിന്നും മനുഷ്യ പരമ്പരയിൽ വന്ന ഒരു രക്ഷയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതെയോ ദൈവം തന്നെ ശൂന്യനാക്കി ഭൂമിയിലേക്ക് കടന്നു വന്ന് നമുക്ക് വേണ്ടി ബലിയായി അവന്റെ രക്തം നമുക്ക് വേണ്ടി ബലി അർപ്പിച്ച് നമുക്ക് നൽകിയ ആ ദൈവിക രക്ഷയാണോ നമുക്ക് വേണ്ടത്? അതോ മനുഷ്യന്റെ രക്ഷയാണോ നമുക്ക് വേണ്ടതെന്ന് നമ്മളൊന്ന് സ്വയം പരിശോധിക്കണം. ഈ വെളിപ്പാട് 12 അത് മാതാവാണെന്നൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം അച്ഛൻ അവിടെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. 1945 ആംസ്റ്റർഡാമിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഞാൻ സഹരക്ഷകയാണെന്ന് സഭ പ്രഖ്യാപിക്കും എന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചോ? അപ്പൊ മാതാവാണോ അവിടെ വന്ന് പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം വെച്ചൊന്ന് പരിശോധിച്ചു നോക്കിയാൽ മതി. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനം അതിന്റെ 1-ാം അധ്യായം 8-ാം വാക്യം നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, യേശുവിലാണ് രക്ഷ, അവന്റെ രക്തമാണ് നമ്മളെ വീണ്ടെടുത്തത്, അവനിലാണ് പൂർണ്ണ രക്ഷ, മറ്റാർക്കും അതിൽ അവകാശപ്പെടാനില്ല, അവനിലാണ് പൂർണ്ണ രക്ഷ ഇരിക്കുന്നത്. അപ്പോൾ 1945 ആംസ്റ്റർഡാമിൽ വന്ന് ഒരു വെളിച്ച ദൂതൻ വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട്, മക്കളെ ഞാൻ സഹരക്ഷകയാണെന്ന് സഭ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വന്നത് ആരാണ് എന്ന് വ്യക്തമാണ്. ശപിക്കപ്പെട്ട വെളിച്ച ദൂതനാണെന്ന് വളരെ ക്ലിയറാണ്. ആ മറ്റൊരു സുവിശേഷം ഒരു വ്യക്തി വന്ന് പ്രഖ്യാപിച്ച്, എനിക്ക് വേണ്ടി ദേവാലയങ്ങൾ ഉണ്ടാക്ക്, എനിക്ക് വേണ്ടി നേർച്ചയുണ്ടാക്ക്, എനിക്ക് വേണ്ടി ഈ പരിപാടി ഉണ്ടാക്കി. നമ്മുടെ ചാരക്കുഞ്ഞമ്മ വന്ന് പ്രത്യക്ഷപ്പെട്ടല്ലോ, നമ്മുടെ VP അച്ഛന് വന്ന് പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ എന്ത് ചെയ്യ്, ഞാനുമായി ഉടമ്പടി വെക്കി. ഇങ്ങനെ ഈ പറയുന്നതെല്ലാം വെളിച്ച ദൂതനാണെന്ന് വിശുദ്ധ വേദപുസ്തകം അപ്പോസ്തലനായ പൗലോസിലൂടെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ വക തിന്മയിലേക്ക് കടന്നു പോകാതെ സത്യത്തിൻ്റെ വചനത്തിൽ നിലനിന്നുകൊണ്ട്, നമുക്ക് രക്ഷ നൽകിയ യേശുവിൽ നിലനിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ പ്രയാണം അതിനായിരിക്കട്ടെ. നമ്മുടെ രക്ഷയുടെ സുവിശേഷം നമുക്ക് പ്രഘോഷിക്കാം. ഇത്തരം തിന്മയുടെ പഠിപ്പിക്കലുകൾക്കെതിരെ നമുക്ക് ശക്തമായി കൈകോർക്കാം. അതിനുവേണ്ടി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, നമ്മളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.